എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടി ഇരിഞ്ഞാലക്കുട റൂട്ടിൽ തൃശൂർ എസ് പിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് ടീം സഞ്ചരിച്ച വാഹനം ജീപ്പ് ഇടിച്ച് അപകടത്തിൽപ്പെട്ട ഗുരുതരമായ പരിക്കുകളോടെ ആശ്രം മെഡിസിറ്റിയിൽ കഴിയുന്ന അനന്തകൃഷ്ണന്റെ ബന്ധുക്കൾ ജയഫേസുമായി സംസാരിച്ചു. പോലീസിനെതിരെ കടുത്ത ഭാഷയിലാണ് ബന്ധുക്കൾ സംസാരിച്ചിട്ടുള്ളത്. ഇത് തെറ്റായ ദിശയിലാണ് വന്നേക്കണത്. എത്ര മീറ്റർ 25 മീറ്ററിലാണ് ജോയൽ എന്ന് പറഞ്ഞ മോൻ കിടക്കുന്നത്. അനന്ത് ഒരു 10 മീറ്റർ മാറിയിട്ട് ഏകദേശം ഞാനൊരു ഡ്രൈവറാണ്, എനിക്ക് 60 വയസ്സായി. ആ വണ്ടിയുടെ ഒരു ബ്രേക്ക് പിടിച്ചിട്ടുള്ള ബാക്കി ബ്രേക്ക് സ്ലോവിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ മിനിമം 100 കിലോമീറ്ററിന് മുകളില് ഇത്രയും പൊട്ട ബെലോറ എന്ന് പറഞ്ഞ സ്റ്റെബിലിറ്റി ഇല്ലാത്ത വണ്ടി മോൻ മാമനാണ് എന്നെ വിളിക്കുക. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കുറച്ചു കാലങ്ങൾ കൊണ്ടുണ്ടായ എല്ലാ ന്യൂസും കാണുന്നുണ്ട്. ജയഫേസ് ചാലക്കുടിക്കാർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ സത്യസന്ധമായ വാർത്തകൾ ഉണ്ടാവും. ഇതേപോലെ അനന്ത് പ്രദീപിന്റെ വലിയച്ഛനാണ് ഞാൻ. ഇന്നലെ എന്റെ കുട്ടി ഓൾറെഡി ക്രസന്റ് സ്കൂളിൽ പോയിട്ട് തിരിച്ച് TC വാങ്ങിച്ചിട്ട് തിരിച്ചു വരായിരുന്നു. 2 കുട്ടികളും കൂടിയിട്ട് നമ്മുടെ അനന്തപുരം സ്കൂളിന്റെ അവിടെ അനന്തരത്തിലാണ് അവരുടെ വീട്. അപ്പൊ അങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട് തിരിയുന്ന സമയത്ത് അവര് സ്ലോ ചെയ്ത് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാണ് വണ്ടി തിരിച്ചത്. അതേസമയം തൊട്ട് ബാക്കിലുണ്ടായിരുന്ന കാർ സ്ലോ ചെയ്യും. എന്നാൽ അതിൽ തൊട്ട് പിറകിൽ വന്ന പോലീസ് വാഹനം ബൊലേറോ, അത് ആ വാഹനത്തിന് കാരണം മറികടന്ന് അമിത വേഗതയിൽ വന്ന് ഈ കുട്ടികളെ ഇടിച്ചു തെറിപ്പിക്കാനുണ്ടായത്. അതിലൊരു കുട്ടി 25 മീറ്റർ ദൂരെ പോയാണ് തെറിച്ചത്. മിനിമം 100 കിലോമീറ്റർ എങ്കിലും ഈ സ്പീഡിൽ ഉള്ള വാഹനമാണെങ്കിൽ മാത്രമാണ് ഇത്തരം ഒരു അപകടം ഉണ്ടാവാനായിട്ട് സാധിക്കും. പിന്നെ അതോടൊപ്പം തന്നെ ഈ വണ്ടിയുടെ ഫിറ്റ്നസിലും പ്രശ്നമുണ്ട്. കാരണം അവിടുത്തെ ബ്രേക്ക് ചെയ്തിട്ടുള്ളത് ഒറ്റ വീല് മാത്രമാണ് ബ്രേക്കിംഗ് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ലെഫ്റ്റ് സൈഡിലെ വീല് ബ്രേക്കിംഗ് നടന്നിട്ടില്ല. വണ്ടി ഓൾറെഡി ഫിറ്റ് അല്ല, അൺഫിറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. പിന്നെ ഈ സംഭവങ്ങൾ ഇവര് റോങ് സൈഡ് വന്ന് ഇടിച്ചു എന്നുള്ള കാര്യം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല. ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കുട്ടികളുടെ പേരിൽ തെറ്റായിട്ടുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് ഞങ്ങളോട്. അതിനുശേഷം ഞങ്ങൾക്കത് ഇവിടെ വന്ന് സിറ്റുവേഷൻ വൈസ് ചോദിക്കുകയും ഞങ്ങൾ മനസ്സിലാക്കുകയും അതിനുശേഷം ഞങ്ങൾ അവിടെ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് പോലീസ് ആയതുകൊണ്ട് ആൾക്കാരും മൊഴി തരാൻ തയ്യാറാവുന്നില്ല. എങ്കിൽ പോലും ഞങ്ങൾക്ക് അവിടുന്ന് അറിയാൻ കഴിഞ്ഞത് ഈ വാഹനം പോലീസ് തെറ്റായി വന്ന് ഈ കുട്ടികൾ ഇടിച്ചതാണ്. ഇതിൽ ഞങ്ങൾക്ക് അറിയേണ്ട ഒരു പ്രധാനമായിട്ടുള്ള ഒരു വിഷമം എന്ന് പറയുന്നത് DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആ വണ്ടിയിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അദ്ദേഹം അല്ല വാഹനം ഓടിച്ചത്, അദ്ദേഹത്തിന്റെ ഡ്രൈവറാണ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. DGPയുടെ ഓഫീസിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഡാൻസ് ഓഫിന്റെ മയക്കുമരുന്നൊക്കെ പിടിക്കുന്ന ഒരു വാഹനമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് പിന്നെ അറിയാൻ കഴിഞ്ഞത് SP സെന്റ് ഓഫിന് വേണ്ടി ഇവര് പോയിപ്പോ അത് വാഹനം കൃത്യമായിട്ട് പരിശോധിക്കപ്പെടണം. ഇതുപോലൊരു ദുർഗതി ഇനി ആർക്കും ഉണ്ടാവരുത്, ഈ ലോകത്തിൽ ആർക്കും ഉണ്ടാവരുത്. നമ്മൾ പോലീസല്ല ആരാണെങ്കിലും നിയമം പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. 2 പിഞ്ച് കുഞ്ഞുങ്ങളെ വാഹനം ഇതുപോലെ ഇടിച്ചു. എന്നാൽ നമ്മൾ ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ പോലീസിന്റെ ഭാഗത്ത് അത് കൺഫേസ് ചെയ്യുന്നതിന് പകരം തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടിയാണ് ഉണ്ടായത്. തീർത്തും തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടി. ഇതിന് ശേഷം ഞങ്ങൾ സിറ്റുവേഷൻ വെച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിന്റെ യഥാർത്ഥ സ്ഥിതി. ഇത് ഞങ്ങൾക്കും നീതി ലഭിക്കണം. അതുപോലെ തന്നെ ഒരിക്കലും ഈ തെരുവുകളിൽ ഇതുപോലെയുള്ള മറ്റുള്ളവരെ തെറ്റുകൾ കൊണ്ട് ഇങ്ങനെ ഒരു അപകടം ഇനി ഉണ്ടാവാൻ പാടില്ല. ഒരു മക്കൾക്കറിയില്ല അത് പോലീസ് വണ്ടിയാണോ, മിറർ നോക്കിയാലും കിട്ടില്ല, ഒന്നുമില്ല. ഈവൻ വീക്കിൾ ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സാമാന്യം അത് പോലീസാണ് എന്ന് പറഞ്ഞിട്ടെങ്കിലും മക്കൾക്ക് തിരിക്കാണ്ടിരിക്കാൻ പറ്റൂ. കാറുകാരനും എടുക്കില്ലായിരുന്നു. കാറുകാരൻ നിർത്തിയത് എന്തുകൊണ്ടാണ്? മക്കള് റൈറ്റ് ഇട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് റൈറ്റ് ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റർ ഇട്ട ടൈമിലാണ് ബാക്കില് ഈ നിർത്തിയിട്ട കാറിനെ മറികടന്നിട്ട് ചാലക്കുടി ഡയറക്ഷനിൽ നിന്ന് ഇരിഞ്ഞാലക്കുട ഡയറക്ഷനിൽ വേഗതയിൽ പോയ ബൊലേറോ. അതാണ് നീതി ഞങ്ങൾക്ക് വേണം. ഞങ്ങള് ഏതറ്റം വരെയും പോകാനായിട്ട് തയ്യാറാണ്. ഞങ്ങള് ഹോസ്പിറ്റലിൽ ഇന്നലെ വന്നതാണ്. ഇന്ന് ഈ നേരം വരെ വീട്ടിൽ പോയാ ഇത് വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എന്റെ മോനെയും കൊണ്ട് ജീവനോടെ ആയാലും എങ്ങനെയാ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജീവനോടെ ഞാൻ കൊണ്ടുവരുള്ളൂ. കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന്റെ പിന്നാലെ